മണിക്കൂറുകൾക്കകം ഡൊണാൾഡ് ട്രംപ് രണ്ട് വലിയ പ്രഖ്യാപനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഇറക്കുമതിക്ക് 25% തീരുവ ഏർപ്പെടുത്തുമെന്നതാണ് ആദ്യത്തേത്. രണ്ടാമതായി പാകിസ്ഥാന് അമേരിക്കയുമായി സംയുക്ത എണ്ണഖനി പാകിസ്ഥാനിൽ ഉണ്ടാക്കാൻ പോകുന്നു എന്നതും. ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിക്കുന്നത് ട്രംപിന് അത്ര താല്പര്യമുള്ള കാര്യമല്ല. അമേരിക്കക്ക് അമേരിക്കയുടെ ജനറ്റിക്കലി മോഡിഫൈഡ് ആയ ധാന്യങ്ങളും പാലുൽപ്പന്നങ്ങൾക്കും ഇന്ത്യൻ വിപണി പൂർണ്ണമായി തുറന്നിട്ട് കൊടുക്കണം. എന്നാൽ അങ്ങനെ യു.എസിന് തുറന്നു കൊടുത്താൽ ഇന്ത്യയിലെ സാധാരണ ജനങ്ങളെ അത് മോശമായി ബാധിക്കും. ഇന്ത്യ റഷ്യ ബന്ധം ജോ ബൈഡന്റെ കാലം മുതൽ തന്നെ അമേരിക്ക അടക്കം രാജ്യങ്ങൾ അംഗീകരിച്ചു പോന്ന ബന്ധമാണ്. റഷ്യയുടെ കയ്യിൽ നിന്നും S-400 അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യ വാങ്ങി ഉപയോഗിക്കുന്നതുമാണ്. ട്രംപ് നാറ്റോ അംഗമായ തുർക്കിയുടെ അടുത്ത് എടുത്ത റഷ്യൻ S-400 കാർഡാണ് ഇന്ത്യയുടെ അടുത്ത് ഇറക്കാൻ ശ്രമിക്കുന്നത്. തുർക്കി റഷ്യയുടെ S-400 വാങ്ങി വെച്ചതിന് യു.എസ് തുർക്കിയെ യു.എസിന്റെ സ്റ്റെൽത്ത് വിമാനമായ F-35 പദ്ധതിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. പിന്നെ കുറെയൊക്കെ കാലു പിടിച്ചിട്ടാണ് ഉപരോധം ഇപ്പോൾ മാറ്റാനുള്ള പദ്ധതിയിലേക്ക് എത്തിയിരിക്കുന്നത്. അതേ ചീട്ടാണ് ഇന്ത്യയുടെ അടുത്ത് ഇറക്കാൻ യു.എസ് ശ്രമിക്കുന്നതും. ജോ ബൈഡൻ വരെ സമ്മതിച്ച ബന്ധമാണ് റഷ്യ ഇന്ത്യ തമ്മിലുള്ള ബന്ധം. അവിടെയാണ് ട്രംപിന് കൊള്ളുന്നത്. ട്രംപിന് റഷ്യ ചൈന ഇന്ത്യ എന്ന കൂട്ടുകെട്ടിന് നല്ല ഭയമുണ്ട്. കാരണം ബ്രിക്സ് എന്ന സംഘടന വളർന്നാൽ അതിപ്പോ ബ്രിക്സ് വേണമെന്നില്ല. റഷ്യ ഇന്ത്യ ചൈന അടക്കം രാജ്യങ്ങൾ ഒരുമിച്ചാൽ യു.എസിന്റെ ഡോളറിൽ തുള വീഴുമെന്ന് ട്രംപിന് നല്ലപോലെ അറിയാം. ചൈനക്ക് കടുത്ത തീരുവയാണ് ട്രംപ് ഏർപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. ഇന്ത്യക്ക് മുന്നേ 20% താഴെ താരിഫ് കൊടുക്കുമെന്ന് പറഞ്ഞ നിലയിലാണ് ട്രംപ് നിന്നിരുന്നത്. എന്നാൽ യു.എസിന്റെ ജനറ്റിക്കലി മോഡിഫൈഡ് ധാന്യങ്ങളും പാലുൽപ്പന്നങ്ങൾക്കും ഇന്ത്യൻ വിപണി തുറന്നു കൊടുക്കാത്തതിനുള്ള ട്രംപിന്റെ തന്ത്രമാണ് ഈ റഷ്യൻ S-400 ചീട്ട് വച്ച് ഇന്ത്യക്ക് 25% തീരുവ ഏർപ്പെടുത്തുമെന്നുള്ള ഭീഷണി. ആഗസ്റ്റ് 1 മുതൽ ഈ പറഞ്ഞ തീരുവ പ്രാബല്യത്തിൽ വന്നേക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ യു.എസിൽ ഇന്ത്യയുടെ പ്രതിനിധികൾ യു.എസുമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യു.എസിന് 25% താരിഫ് എന്നത് ഒറ്റവാക്കിൽ പറഞ്ഞ് ഡീലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് താരിഫിൽ എന്തായാലും കുറവ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നുമുണ്ട്. പിന്നെ രണ്ടാമത്തെ ട്രംപിന്റെ പ്രഖ്യാപനമാണ് അമേരിക്കയും പാകിസ്ഥാനും സംയുക്തമായി വികസിപ്പിക്കുന്ന പാകിസ്ഥാനിലെ എണ്ണഖനി എന്നത്. ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: പാകിസ്ഥാനുമായുള്ള ട്രേഡ് ഡീലിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. പാകിസ്ഥാനിൽ അമേരിക്കയും പാകിസ്ഥാനും സംയുക്തമായി എണ്ണ ഖനിച്ചെടുക്കാൻ പോകുന്നുവെന്നും ആർക്കറിയാം, ചിലപ്പോൾ ഒരു ദിവസം അവർ അവരുടെ എണ്ണ ഇന്ത്യക്ക് വിൽക്കുമായിരിക്കാം എന്നതാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. ഇവിടെ അമേരിക്കയുടെ താല്പര്യം എന്തെന്നത് വ്യക്തമാവുകയാണ്. നേരത്തെ നമ്മുടെ ചാനലിൽ പറഞ്ഞതുപോലെ ട്രംപ് പാകിസ്ഥാന്റെ എണ്ണക്കും ധാതുക്കൾക്കുമാണ് പാകിസ്ഥാനെ കൂട്ടുപിടിച്ചിരിക്കുന്നത്. അമേരിക്കക്ക് പാകിസ്ഥാന്റെ മേലുള്ള ചൈനീസ് ആധിപത്യം കുറക്കണം. എന്നെങ്കിലും എണ്ണ അമേരിക്ക പാകിസ്ഥാനിൽ നിന്നും ഖനിച്ചെടുക്കുന്ന പക്ഷം ആ എണ്ണ ഇന്ത്യക്ക് വിറ്റ് കാശുണ്ടാക്കണം. കാരണം ഇന്ത്യ പോലത്തെ ഒരു രാജ്യം എണ്ണ ഉപയോഗിക്കുന്നതിന്റെ കാര്യത്തിൽ 3-ാം സ്ഥാനത്താണ് എത്തി നിൽക്കുന്നത്. അപ്പോ പിന്നെ അമേരിക്കയുടെ എണ്ണ ഇന്ത്യക്ക് വിറ്റാൽ അവിടെ ചൈനയെയും റഷ്യയെയും ഒരുമിച്ച് ഒതുക്കാമെന്ന് അമേരിക്ക കാണുന്നുമുണ്ട്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന ഉദ്ദേശത്തോടെ അമേരിക്കയുടെ ട്രേഡ് ഡെഫിസിറ്റ് കുറക്കണം. അമേരിക്കയെ ഹാപ്പിയാക്കി നിർത്തുന്ന രാജ്യങ്ങൾക്ക് അമേരിക്ക കുറച്ച് ഇളവൊക്കെ കൊടുത്ത് ഡീൽ നടത്തും എന്ന നയമാണ് യു.എസ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഈ അടുത്ത് തന്നെ ദക്ഷിണ കൊറിയയുമായി യു.എസ് ഡീൽ നടത്തിയിരുന്നു. 35% തീരുവയാണ് യു.എസ് ദക്ഷിണ കൊറിയക്ക് ആദ്യം കൊടുത്തത്. എന്നാൽ യു.എസിന്റെ താല്പര്യങ്ങൾ കേട്ട് യു.എസിന് ദക്ഷിണ കൊറിയൻ വിപണി യു.എസ് പറയുന്നത് പോലെ തുറന്നു കൊടുത്തപ്പോൾ യു.എസിനെ ഹാപ്പിയാക്കിയ ദക്ഷിണ കൊറിയക്ക് 35%-ൽ നിന്നും 25%-ലേക്ക് തീരുവ കുറച്ചു കൊടുത്തു. അപ്പോ ട്രംപ് പറഞ്ഞു വരുന്നത് യു.എസിന്റെ ഓഫർ സ്വീകരിക്കുന്ന രാജ്യങ്ങൾക്ക് താരിഫ് കുറച്ചു കൊടുക്കുമെന്നാണ്. ഇന്ത്യയെ അതിന് കിട്ടില്ല. ഇന്ത്യൻ വിപണി ട്രംപിന്റെ ഡീലിന്റെ ഭീഷണിയോ അവസാന നിമിഷ ഡീലിനോ ഇന്ത്യ ഇന്നേ വരെ നിന്നിട്ടുമില്ല, ഇനി നിൽക്കുകയുമില്ല. ഇന്ത്യ പോലത്തെ രാജ്യം യു.എസ് നടത്തുന്ന പാകിസ്ഥാനിലെ എണ്ണ വില കുറച്ച് ഭാവിയിൽ കൊടുത്താൽ
വാങ്ങിക്കുമെന്ന ധാരണയിലാണ് ഇന്ത്യയെ പരാമർശിച്ച് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ഇട്ടത്. എന്നാൽ ഇന്ത്യക്ക് ഒറ്റ മറുപടിയേ അതിനുള്ളൂ. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന രാജ്യമല്ല ഇന്ത്യ എന്ന മഹാരാജ്യം. അടുത്ത വീഡിയോയുമായി വരാം.